നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് IDF-കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ വെക്കേഷൻ ഡെസ്റ്റിനേഷൻ ഏതാണെന്നറിയോ? നമ്മുടെ മഹത്തായ ഭാരത മഹാരാജ്യമാണ്. ഇന്ന് IDF-കാർ ഏറ്റവും അധികം വെക്കേഷൻ ഇങ്ങനെ വരുന്നത് ഇന്ത്യയിലാണ്. പ്രധാനമായും ഹിമാചൽ പ്രദേശ് ഹാസ് ബിക്കം എ മിനി ഇസ്രായേൽ എന്ന് പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചു. ഹിമാചൽ പ്രദേശിൽ, പിന്നെ ഗോവയിൽ, പിന്നെ നമ്മുടെ വർക്കലയിലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഏറ്റവും സേഫസ്റ്റ് ദ മോസ്റ്റ് ഫേവേർഡ് ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. കേസിൽ അതാണ് അതിലൊരു തമാശ എന്ന് വെച്ചാൽ ഹിന്ദു രജക് ഫൗണ്ടേഷൻ ഇന്ത്യയിലും കേസ് തുടങ്ങിക്കഴിഞ്ഞു. 2 കേസ് അവരിവിടെ കൊടുത്തു കഴിഞ്ഞു. ഒന്ന് കഴിഞ്ഞ വർഷം മെയിൽ കൊടുത്തതാണ്, പിന്നെ ഈ ഓഗസ്റ്റിലൊരു കേസ് കൊടുത്തു. 2 മെയിൽ കഴിഞ്ഞ വർഷത്തെ കേസിൻ്റെ ഡീറ്റെയിൽസ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ആരാണ് ആളെന്നൊക്കെ ഉള്ളത്. ഇതിൽ അവരുടെ ഡീറ്റെയിൽസ് അവർ പ്രസിദ്ധീകരിച്ചത് ഈ ഓഗസ്റ്റിലാണ് നടക്കുന്നത്. എനിക്കൊന്ന് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും യഥാർത്ഥത്തിൽ ഇത്തരം കേസുകൾ അതിൽ ആക്ട് ചെയ്യാൻ ബാധ്യസ്ഥമാണ്, ലീഗലി ബൗണ്ടാണ്. ബിക്കോസ് നമ്മൾ ജനീവ കൺവെൻഷൻ സിഗ്നേറ്ററിയാണ്. 1949 ജനീവ കൺവെൻഷൻ എന്ന് പറയുന്നത് ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് അതിനെ തടയാനുള്ള ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മാസ് ബ്രീച്ചുകളുണ്ട്, ഗ്രേവ് ബ്രീച്ചുകൾ, അതിനെതിരായിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. ഇന്ത്യ അതിൽ സിഗ്നേറ്ററിയാണ്. ഇന്ത്യ അത് റാറ്റിഫൈ ചെയ്താണ്. അത് റാറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, എന്താ അറിയോ? ദ ജനീവ കൺവെൻഷൻ ആക്ട് 1960 എന്നൊരു നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട്. ദ ജനീവ കൺവെൻഷൻ ആക്ട് 1960-യുടെ സെക്ഷൻ 3 പ്രകാരം ഈ ജനീവ കൺവെൻഷൻ ക്രൈമായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ബ്രീച്ച് ചെയ്യുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു ക്രൈമായിരിക്കും എന്നാണ് സെക്ഷൻ 3 പറയുന്നത്. സെക്ഷൻ 4 പറയുന്നത് അങ്ങനെ ഒരു ബ്രീച്ച് ഒരാൾ നടത്തിയല്ലോ, എന്താ പറയുക, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം എന്നൊക്കെ പറയും പോലെ അടുപ്പുകുട്ടികൾക്ക് അഥവാ കക്കൂസ് ചർച്ചക്കാർക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ കാരണമാണ് IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. അവരുടെ ആളുകൾക്ക്, അതിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ലോകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡെസ്റ്റിനേഷനായിട്ട് അവർ കണക്കാക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ വരുന്നു, ഹിമാചലിൽ വരുന്നു, ഗോവയിൽ വരുന്നു, എന്തിന് വർക്കലയിൽ വരെ വരുന്നു. അവർക്ക് ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിട്ട് വന്ന് ഉല്ലസിച്ച് പോകാനുള്ള സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയെന്ന്. ഇതാണ് ഇവരുടെ വിഷമം കേട്ടോ, ഇസ്രയേൽ വരുന്നത്. അതായത് നമ്മുടെ ഹിമാചൽ പ്രദേശിനെ ഒരു മിനി ഇസ്രയേൽ വരെ ആയിട്ട് ആളുകൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കാറുണ്ടെന്ന് പറയുകയാണ്. അവന് കരയാൻ തോന്നുന്നുണ്ട്, പക്ഷേ അവൻ കരയാതെ പിടിച്ചു നിൽക്കുകയാണ് ഈ ദാവൂദ് എന്ന ഈ ജിഹാദി. എന്നിട്ട് അവൻ പിന്നെ കുറേ നിയമവശങ്ങളൊക്കെ പറയുകയാണ്. ജനീവ കൺവെൻഷൻ വെച്ചുകൊണ്ട് ഇവർക്കെതിരെ കേസുണ്ട്, അത് ഇന്ത്യയിൽ വന്നാലും ഇന്ത്യൻ സർക്കാർ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, അതാണ് ഇവിടുത്തെ നിയമം, എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതൊക്കെയാണ് ഇവൻ്റെ പ്രശ്നം. ഇവന്മാരുടെ പ്രശ്നം ഒരു കിതാബും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ന് ഇന്ന് ലോകത്തിനെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള പല തട്ടാമുട്ടി ന്യായവാദങ്ങളും കൊണ്ടുവരും. ഇസ്രയേലിക്കെതിരെ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഏതെങ്കിലും സംഘടനകളോ കേസോ അറസ്റ്റ് വാറണ്ടോ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സർക്കാർ അത് പാലിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപക്ഷേ 1-2 പതിറ്റാണ്ടിന് മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഇന്ത്യക്ക് സൗകര്യമില്ല. അതിന് ഇവൻ നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമൊക്കെ അവൻ നിർദ്ദേശം കൊടുക്കുകയാണോ, അതോ മാർഗ്ഗനിർദ്ദേശം ഇങ്ങനെയാണെന്ന് പറയുകയാണോ? ആണെങ്കിലും സൗകര്യമില്ല. ജനീവ കൺവെൻഷൻ വെച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ടെന്ന് കൂട്ടിക്കോളും. സൗകര്യമില്ല ഇവിടെ വരുന്ന ഇസ്രയേലി IDF-ൻ്റെ ആളുകളെ അറസ്റ്റ് ചെയ്യാനോ ഇസ്രയേലികളെ ഇവിടെ വരണ്ടെന്ന് പറയാനോ ഇന്ത്യക്ക് സൗകര്യമില്ല. ഇത് ഭരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടരുമാണ്. അല്ലാതെ ഇവിടെ ശരീരവും മനസ്സും ഹൃദയവും കണ്ട അറബി നാട്ടിലും പലസ്തീനും പാകിസ്ഥാനും ബംഗ്ലാദേശിനുമൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ദാവൂദിനെ പോലുള്ള ജിഹാദികൾ അടുപ്പ് കൂട്ടിയിരുന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടല്ല ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇനിയിപ്പോൾ യഥാർത്ഥമായിട്ട് തന്നെ അവർക്കെതിരെ വലിയ അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. അതിന് UN അല്ല, അതിൻ്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വെച്ചോളൂ. അവരാണ് പുറപ്പെടുവിച്ചത്. ഇന്ത്യയിൽ അവർക്ക് വരാം, ഇവിടെ ആ വിസ കാലാവധി തീരും വരെ അവർക്ക് ഇവിടുത്തെ ഈ ഏത് സ്ഥലത്തും, കേരളമടക്കം ഏത് സ്ഥലത്തും അവർക്ക് സഞ്ചരിക്കാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇസ്രായേൽ എന്ന രാജ്യവും അവിടുത്തെ ജനങ്ങളും. നമ്മളെ ഒരിക്കലെങ്കിലും സഹായിച്ചിട്ടുള്ള ഒരു കൂട്ടരെ നമ്മൾ ഒരു കാലത്തും മറക്കില്ല. നമ്മളെ ഒരിക്കൽ മാത്രമല്ല പലതവണ സഹായിച്ചിട്ടുള്ളവരാണ് ഇസ്രായേൽ. അതിനാൽ ആ ഇസ്രായേലിൽ നിന്ന് വരുന്ന അവിടുത്തെ പൗരന്മാർക്ക് ഇവിടെ വരാം. ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന രീതിയിൽ അവർക്ക് അവരുടെ ഏറ്റവും സുരക്ഷിതമായിട്ട് തന്നെ ഇവിടെ വരാം, സഞ്ചരിക്കാം, കാഴ്ചകൾ കാണാം, ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം, വിസ കാലാവധി തീരുന്നവരെ അവർക്കിവിടെ താമസിക്കാം. നീയൊക്കെ മാറിയിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അത്രയേ പറ്റൂ.